ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വേൾഡ് കപ്പ് തുടങ്ങാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ തിലക് വർമ്മയ്ക്ക് പരിക്ക് പറ്റിയെന്നുള്ള ശുഭകരമല്ലാത്ത ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്നു. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? പരിക്ക് അദ്ദേഹത്തിന് സംഭവിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇത്തവണത്തെ വിജയ് ഹസാരെ ട്രോഫിയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു തിലക് വർമ്മ. അതിനിടയ്ക്കാണ് പെട്ടെന്ന് പെയിൻ അനുഭവപ്പെട്ട് ഒരു സർജറിക്ക് വിധേയമാകേണ്ടി വന്നത്. സർജറി കഴിഞ്ഞു, സക്സസ് ആണ്. എങ്കിൽ പോലും വേൾഡ് കപ്പിൽ ഉണ്ടാകില്ലെന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? BCCI ഇവിടെ വ്യക്തമാക്കുന്നത് തീർച്ചയായും അയാൾക്ക് പരിക്ക് പറ്റി, സർജറിക്ക് വിധേയമായി, സർജറി സക്സസ് ആണ്. പക്ഷേ ഭയപ്പെടേണ്ടതില്ല. 3 ആഴ്ചകളോളം അയാൾക്ക് റെസ്റ്റ് വേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജാനുവരി 21 മുതൽ 31 വരെ നടക്കുന്ന 5 2020 പരമ്പരയിൽ ആദ്യ 3 മത്സരങ്ങൾക്ക് അയാൾ ഉണ്ടാകില്ല എന്നാണ് BCCI ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അതല്ലാത്ത മറ്റു പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് BCCIയുടെ അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസിലൻഡുമായിട്ടുള്ള ആദ്യ 3 മത്സരങ്ങൾക്ക് തിലക് വർമ്മ ഉണ്ടാകില്ല, അതിനുശേഷമുള്ള 2 മത്സരങ്ങൾക്കുണ്ടാകും എന്ന് BCCI പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ജാനുവരി 31 വരെയാണ് 2020 മത്സരം ന്യൂസിലൻഡുമായിട്ടുള്ളത്. അതിൽ 28, 31 അവസാന 2 മത്സരങ്ങൾക്ക് തിരിച്ചെത്തുമെന്നാണ് പറയുന്നത്. വേൾഡ് കപ്പ് സ്ക്വാഡ് മുന്നേ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഇനി അതിലൊരു മാറ്റം വരുത്തണമെങ്കിൽ 31 മുമ്പായിട്ട് സ്വമേധയാ ഏതു രാജ്യങ്ങൾക്കും അവരവരുടെ സ്ക്വാഡിനെ മാറ്റം വരുത്താം. പക്ഷേ 31 ശേഷമാണെങ്കിൽ തീർച്ചയായും ICCയുടെ അപ്രൂവൽ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ 3 മത്സരങ്ങൾക്ക് വിശ്രമം നൽകി അവസാന 2 മത്സരത്തിൽ പങ്കെടുപ്പിച്ച് അയാളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കിക്കൊണ്ട് വേൾഡ് കപ്പിൽ നിലനിർത്തുക എന്നത് തന്നെയാണ് BCCI ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ തീർച്ചയായും തിലക് വർമ്മ സ്ഥിരതയാർന്ന ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏഷ്യ കപ്പിൽ രക്ഷകനായത് തിലക് വർമ്മ തന്നെയായിരുന്നു. അത് കഴിഞ്ഞുള്ള മത്സരങ്ങളിലും ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിലും സെഞ്ചുറി അടക്കം പല മത്സരങ്ങളിലും മികവാർന്ന പ്രകടനമാണ് തിലക് വർമ്മ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പരിചയസമ്പന്നനായ താരത്തിന് പകരക്കാരനെ കണ്ടെത്തേണ്ടതില്ല. അയാളുടെ പരിക്ക് മാറി തിരിച്ചെത്താൻ അവസരം കൊടുക്കുകയാണ് BCCI എന്ന് വേണം കരുതാൻ. ഇനി ഒരു പകരക്കാരനെ കാണുന്ന സാധ്യതകളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മുൻഗണന ലഭിക്കുക ഒരു പക്ഷേ അയ്യർക്കായിരിക്കാം. കാരണം അയ്യറും നല്ല മികച്ചൊരു ഫോമിൽ ബാറ്റിംഗ് തുടരുന്നുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിൽ പരമ്പരയിൽ വൈസ് ക്യാപ്റ്റനായി ടീമിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് ന്യൂസിലൻഡിനെതിരെ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അയ്യർക്ക് സാധ്യത അവിടെ വന്നേക്കാം. മറ്റൊരു സാധ്യത കാണുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ 6 മത്സരങ്ങൾ പിന്നിടുമ്പോൾ വിജയ് ഹസാര ട്രോഫിയിൽ 4 സെഞ്ചുറിയും 50യും നേടിക്കൊണ്ട് അത്യുജ്വല പ്രകടനം കാഴ്ചവെക്കുന്ന ദേവദത്ത് പടിക്കലിനാണ്. തീർച്ചയായിട്ടും പടിക്കലും അവിടെ ഏറ്റവും കൂടുതൽ ഫിറ്റാകുന്ന ഒരു താരമാണ്. തിലക് വർമ്മക്ക് പകരം 1 ഡൗണിൽ ബാറ്റിങ്ങിനെത്താൻ കെൽപ്പുള്ള താരമാണ്. സ്കോർ ബോർഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള താരമാണ്. മറ്റൊരു സാധ്യതയുള്ളത് പന്തിനാണ്. പക്ഷേ അത് വളരെ വിരളമാണ് ആ ഒരു സാധ്യത. കാരണം നിലവിൽ 2 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർ ഇന്ത്യൻ ടീമിലുണ്ട്, സഞ്ജു സാംസൺ ആൻഡ് ഇഷാൻ കിഷൻ. അതുകൊണ്ട് തന്നെ പന്തിന് അവസരം ലഭിക്കുക എന്നുള്ളത് വളരെ വിദൂരമാണ്. മറ്റൊരു സാധ്യത കാണുന്നത് നിലവിലുള്ള സ്ക്വാഡിനെ നിലനിർത്തി തിലക് വർമ്മയ്ക്ക് പകരം ഒരു ബൗളറെ കൊണ്ടുവരാനാണ് മറ്റൊരു സാധ്യത. അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്യുന്നത് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഓപ്പൺ ചെയ്ത് 1 ഡൗണായി ഇഷാൻ കിഷനെ നിയോഗിച്ച് ആ സ്ക്വാഡിലേക്ക് ഒരു ബൗളറെ കൊണ്ടുവരാനായിരിക്കും പിന്നെ ഒരു സാധ്യതയുള്ളത്. അത് തീർച്ചയായിട്ടും മുഹമ്മദ് ഷമി ആയിരിക്കും ടീമിൻ്റെ. ഇങ്ങനെയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ സാധ്യതകളെ നമുക്ക് വിലയിരുത്താനാകുക. പക്ഷേ എങ്കിൽ പോലും ഏറ്റവും ആദ്യവും അവസാനവുമായി കൊണ്ട് തന്നെ തിലക് വർമ്മയ്ക്ക് പരിക്ക് മാറി തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് BCCIയുടെ മുന്നിലുള്ള മാർഗം. അതിന് തന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ആ 3 ആഴ്ചകൾക്കുള്ളിൽ പരിക്ക് മാറി തിരിച്ചു വരാൻ സാധ്യമായിട്ടില്ലെങ്കിലാണ് ഈ പറഞ്ഞ സാധ്യതകളെ നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ.